എന്നിട്ട് അതിലെ തമാശ എന്താ? സഖാവ് പിണറായി വിജയന് കിടക്കാൻ ഒരു ദിവസത്തേക്ക് കിടക്കാൻ 1,17,000 രൂപയുടെ കട്ടിലും. അപ്പോൾ ഒരു സഖാവ് അപ്പോഴത്തേക്ക് ഇന്നെ ക്യാപ്സ്യൂൾ ഇറങ്ങാണ്. ഒരു സഖാവ് ചോദിച്ചു, 1,00,000 കട്ടിലുണ്ടാവൂലേ? സഖാവേ, 1,00,000 കട്ടിലുണ്ട്, 1,00,000 കിടക്കയുണ്ട്. പക്ഷെ അത് മരിക്കുന്നവരെ കിടക്കാനാണ്, ഒരു ദിവസം കിടക്കാനല്ല. പലരും സാധാരണക്കാരുടെ വീടുകളിലൊക്കെ 1,00,000 കട്ടിലും 1,00,000 കിടക്കൊക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷെ അത് മരിക്കുന്നവരെ കിടക്കാൻ മാത്രമല്ല, മക്കളും പിന്നെ അതിമല കിടക്കുക. ഇത് എന്റെ പിണറായി വിജയന് ഒരു ദിവസം കിടക്കാനുള്ള കിടക്കന്റെ കട്ടിലിന്റെ ചെലവാണ് 1,00,000 ചില്ലാനം രൂപ. CPM പാർട്ടി ഓഫീസിലെ പൈസ അല്ല, ഈ രാജ്യത്തിലെ മതവിശ്വാസിയുടെ പൈസയാണ്. മതം ഈ രാജ്യത്തെ ആളുകൾക്ക് എങ്ങനെയാ പ്രശ്നപ്പെടുന്നത് മനസ്സിലാവുണ്ടോ നിങ്ങൾക്ക്? ആ മതവിശ്വാസിയുടെ ചെലവിലാണ് നിങ്ങളുടെ പിണറായി വിജയൻ ഒരു ദിവസം അവിടെ കിടന്നത് 1,00,000 ചില്ലാനം രൂപക്ക്. നിങ്ങൾക്കറിയോ സഖാക്കളെ, വിശ്വാസിക്ക് കിടക്കാൻ എന്തിനാ കട്ടില്, എന്തിനാ കിടക്ക? അയ്യപ്പന്മാര് പോണ കണ്ടിട്ടുണ്ടോ? യാത്ര ചെയ്യുമ്പോൾ കാണാം, പത്തനംതിട്ട വഴിയിലേക്ക് യാത്ര പോയി നോക്ക്, റോഡ് സൈഡിൽ കിടന്നുറങ്ങുന്നുണ്ടാവും. അവർക്കൊരു പായ പോലും വേണ്ട, വിരിക്കാൻ ഒരു വിരി പോലും വേണ്ട, കാലിൽ ചെരുപ്പുണ്ടാവില്ല. നടന്നു പോകുന്ന എത്ര അയ്യപ്പ ഭക്തന്മാരുണ്ട്. അവർക്ക് വേണ്ടി ആഗോള സംഗമം നടത്തുമ്പോ ആ അയ്യപ്പൻ ത്യജിച്ചു ജീവിക്കുന്ന അയ്യപ്പന്മാർക്ക് വേണ്ടി നിങ്ങൾ ആഗോള സംഗമം നടത്തുമ്പോൾ ചെലവഴിക്കാൻ ഒരു ദിവസം കിടക്കാൻ നിങ്ങൾക്ക് വേണ്ടത് 1,00,000 രൂപയുടെ കിടക്ക. എന്നിട്ട് ആ പരിപാടിയിൽ പിണറായി വിജയന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു. ആ പ്രസംഗത്തിൽ അദ്ദേഹം കോട്ട് ചെയ്തൊരു പാട്ടുണ്ട്, കല്ലും മുള്ളും കാലുക്ക് മെത്തേന്നാണ് നമ്മൾ കേട്ടത്. ഞാനൊക്കെ അത് കാണാതെ അറിയാം. ആ പാട്ട് എല്ലാ ദിവസവും ആ അമ്പലത്തിൽ നിന്ന് കേൾക്കുന്നതാണ്. കല്ലും മുള്ളും കാലുക്ക് മെത്തെ പിണറായി വിജയന്റെ ചൊല്ലാണ്. കല്ലും മുള്ളും കാലുമക്കുത്തെ. ഇയാൾക്കത് അറിയില്ല. മിനിമം കല്ലും മുള്ളും ഒക്കെ കാല് മെത്ത പോലെ സ്വീകരിക്കുമെന്ന് വിശ്വാസി പാടുന്ന പാട്ടാണത്. പിണറായി വിജയൻ ഇത് എഴുതി കൊണ്ടുവന്നപ്പോൾ കല്ലും മുള്ളും കാലുമക്കുത്തെ എന്നാണ്. അപ്പൊ VD സതീശൻ അത് പറഞ്ഞിട്ട് കളിയാക്കുന്നുണ്ട്. ഞാൻ പറയേണ്ടത് അതുപോലും അറിയില്ല. എന്താണ് ആ പാട്ടിന്റെ അർത്ഥമെന്ന് അറിയുമെങ്കിൽ 1,00,000 രൂപയുടെ കിടക്കയിൽ ഒരു ദിവസത്തേക്ക് മാത്രം സഖാവ് പിണറായി വിജയ നിങ്ങൾ കിടക്കില്ല. വിശ്വാസികൾക്ക് അതൊരു വിഷയമല്ല.